ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവത്ഗീത പഠന പരമ്പരയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് അധ്യായം 3-ാമത്തെ അധ്യായത്തിലേക്ക്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഭഗവത്ഗീതയുടെ ഹൃദയമെന്നറിയപ്പെടുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ജ്ഞാനവും ഉൾക്കൊള്ളുന്ന 2-ാം അധ്യായമായിട്ടുള്ള എന്താണ് ഗീതാ വിഷയ സംഗ്രഹം അല്ലെങ്കിൽ സാഖ്യയോഗം, അത് നമ്മൾ വളരെ വിജയകരമായിട്ടത് പൂർത്തിയാക്കി. ഭഗവാൻ കൃഷ്ണൻ അർജുനന് ആത്മജാനത്തിൻ്റെ പരമമായ സത്യങ്ങൾ ഉപദേശിച്ച ഭാഗമായിരുന്നു എന്ത് 2-ാമത്തെ അധ്യായം. ഈ ആഴ്ച മുതൽ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാം അധ്യായം അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വേണമെങ്കിൽ എന്ത് പറയാം, അതിനെ കർമ്മയോഗം. അപ്പോൾ പലപ്പോഴും ആത്മീയത എന്ന് കേൾക്കുമ്പോൾ എന്താണ് എല്ലാവരുടെയും മനസ്സിൽ പണ്ട് മുതലേ കേൾക്കുന്നത്? ആത്മീയത എന്ന് കേൾക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഒന്നിൽ കാട്ടിൽ പോകണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകണം എന്ന് ചിന്തിക്കുന്നവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് എന്ത് ഈ അധ്യായം. നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ഭഗവത് പ്രാപ്തി നേടാമെന്ന് ശ്രീല പ്രഭുപാദരുടെ ദിവ്യമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിൽ ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം 2-ാം അധ്യായം പൂർണ്ണമായ ഭഗവത്ഗീതയുടെ ഒരു രത്ന ചുരുക്കമാണല്ലേ. ഭഗവത്ഗീതയുടെ ചുരുക്ക രൂപമാണ് 2-ാം അധ്യായം എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ നോക്കിയത് പ്രധാനമായിട്ടും എന്തൊക്കെയായിരുന്നു നോക്കിയിരുന്നത്? ആത്മജ്ഞാനം അല്ലേ. എന്തായിരുന്നു ആത്മജ്ഞാനം? നമ്മൾ ഈ ഭൗതിക ശരീരമല്ല, മറിച്ച് നാശമില്ലാത്ത ആത്മാവാണ് അല്ലേ. ശരീരം മാറുമെങ്കിലും ആത്മാവിന് മാറ്റമില്ല എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നെയോ ബുദ്ധിയോഗം. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ തളച്ചിടപ്പെടാതെ ബുദ്ധിയെ ഭഗവാനിൽ മാത്രം കേന്ദ്രീകരിച്ച് കർമ്മം ചെയ്യുക. പിന്നെ എന്തായിരുന്നു? സ്ഥിതപ്രജ്ഞയെക്കുറിച്ച് പഠിച്ചു അല്ലേ. സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ഒരുപോലെ മനസ്സിൻ്റെ സമനില പാലിക്കുന്നവനാണ് ആര്? യഥാർത്ഥ ജ്ഞാനി, സ്ഥിതപ്രജ്ഞൻ. അപ്പം സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാവാം അല്ലെ, സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, ഒരു സ്ഥിതപ്രജ്ഞനായിട്ട് എങ്ങനെ നമുക്ക് ആവാം എന്നൊക്കെ നമ്മൾ നോക്കി. അപ്പം ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നതിലൂടെ മാത്രമേ ഒരുവന് ഈ അവസ്ഥ കൈവരിക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പം ഈ 3-ാം അധ്യായം എന്താണ്? കർമ്മയോഗം അല്ലേ. ഈ 2-ാം അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അർജുനനുണ്ടാകുന്ന സംശയവും അതിൻ്റെ പ്രസക്തിയും. അപ്പം 2-ാം അധ്യായത്തിൻ്റെ അവസാനം കേട്ടപ്പോൾ അർജുനൻ ഒരു വലിയ സംശയമുണ്ടായി. അതാണ് 3-ാം അധ്യായത്തിൻ്റെ തുടക്കം. അപ്പം പ്രഭുപാദര് ഈ ഒരു ഇതിനെ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പം അർജുനനുണ്ടായ കൺഫ്യൂഷൻ എന്തായിരുന്നു? അത് ഭഗവാൻ കൃഷ്ണൻ 2-ാം അധ്യായത്തിൽ ജ്ഞാനത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെ അടക്കി ബുദ്ധി സ്ഥിരമാക്കുന്നതിനെക്കുറിച്ചും വളരെ വലുതായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നാൽ തൊട്ടു പിന്നാലെ നീ യുദ്ധം ചെയ്യ് എന്ന് അല്ലെ, യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ യുദ്ധം എന്ന കർമ്മം ചെയ്യുക എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അർജുനൻ എന്താണ് ചിന്തിക്കുന്നത്? ജ്ഞാനമാണ് കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമെങ്കിൽ ഭഗവാനെ എന്തിനാണ് എന്നെ ഈ ഘോരമായിട്ടുള്ള യുദ്ധകർമ്മത്തിലേക്ക് തള്ളിവിടുന്നത്? അപ്പം ശ്രീല പ്രഭുപാദര് ഇതിനുള്ള ആ മറുപടി എന്താണ് പറയുന്നത്? ആ വ്യാഖ്യാനമായിട്ട് ഭഗവാൻ പറയുന്നത് എന്താണെന്ന്. അപ്പം ആത്മീയത എന്നാൽ കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ എല്ലാം പെട്ടെന്ന് ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ധ്യാനിക്കുകയോ അല്ല. പിന്നെയോ ഹൃദയശുദ്ധി വരാത്ത ഒരാൾ ബാഹ്യമായി എല്ലാം ഉപേക്ഷിച്ചാൽ എന്ത്? അവൻ മിഥ്യാചാരിയായി. ആരാണത്? കപടവിശ്വാസിയായിട്ട് മാറും. നമുക്കറിയാം, ഒരുപാട് ഫാമിലികളിൽ നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ട്. ആൾക്കാർ കുറേ മക്കളൊക്കെ ആവും, പിന്നെ പ്രാരാബ്ധം ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഉടനെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കുടുംബം നോക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് എന്ത് പറയും? ഞങ്ങൾ സ്വാമിയായി അല്ലെ സന്യാസിയായിട്ട് പോവുകയാണെന്നും പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അതിനെന്താണ് പറയുന്നത്?
കപട വിശ്വാസി. അപ്പം ആത്മീയത എന്നാൽ എന്താണ്? കർമ്മങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. പിന്നെയോ ആത്മീയത എന്നാൽ കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ എല്ലാം പെട്ടെന്ന് ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ധ്യാനിക്കുകയോ അല്ല. ഹൃദയശുദ്ധി വരാത്ത ഒരാൾ ബാഹ്യമായി എല്ലാം ഉപേക്ഷിച്ചാൽ അവൻ ആരാവും? മിഥ്യാചാരി, കപട വിശ്വാസിയായിട്ട് മാറും. അതിനു പകരം തൻ്റെ സ്വാഭാവികമായിട്ടുള്ള കടമകൾ ഭഗവത് സേവനമായി അനുഷ്ഠിക്കുന്നതാണ് എന്ത്? ശ്രേഷ്ഠം. ഇതാണ് 3-ാം അധ്യായത്തിൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അപ്പം ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 4 സുപ്രധാനമായിട്ടുള്ള തൂണുകൾ എന്ന് വേണമെങ്കിൽ പറയാം. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ്. നമുക്ക് നോക്കാം അതുകൂടെ, എന്നിട്ട് അതിലേക്ക് കടക്കാം. 1, നിഷ്കാമകർമ്മം. കർമ്മഫലങ്ങൾ എന്താണ്? നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് കർമ്മഫലങ്ങളിൽ ആഗ്രഹമില്ലാതെ കടമകൾ ചെയ്യുക. ഫലം എന്താണ്? ഭഗവാന് സമർപ്പിക്കുമ്പോൾ കർമ്മം നമ്മെ ഭൗതികമായിട്ട് ബന്ധിക്കുകയില്ല. അതാണ് നിഷ്കാമകർമ്മത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി കുറേ. എന്താണത്? കർമ്മങ്ങളിൽ ആഗ്രഹമില്ലാതെ കടമകൾ ചെയ്യുക. നമ്മുടെ കടമകൾ എന്താണ്? കർമ്മം എന്നുള്ള രീതിയിൽ ചെയ്യുക. പിന്നെയോ ഫലം ആർക്ക് സമർപ്പിക്കണം? ഭഗവാന് സമർപ്പിക്കണം. അന്നേരം എന്ത് പറ്റും? ആ കർമ്മം എന്ത്? നമ്മളെ ബാധിക്കുകയില്ല, കർമ്മബന്ധനത്തിൽ നമ്മൾ പെടുകയില്ല. പിന്നെ യജ്ഞാർത്ഥാത് കർമ്മണോ, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ എന്താണ്? യഥാർത്ഥ യജ്ഞമാകുന്നുള്ളൂ. അല്ലാത്തവയെല്ലാം എന്ത്? ഭൗതിക ബന്ധനത്തിന് കാരണമാകും. എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറയുന്നത്? നീ എന്ത് കഴിക്കുന്നുവോ, അല്ലേ, നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തന്നെ ആയാലും എന്ത്, അത് എനിക്കായിട്ട് അർപ്പിച്ച് ചെയ്യൂ എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അതിൽ പാപം ഉൾക്കൊള്ളില്ല, അല്ലേ? ആ കർമ്മബന്ധനത്തിൽ എന്ത്? നമ്മൾ വരില്ല. ഇല്ല എങ്കിൽ എന്ത് പറ്റും? നമുക്ക് കർമ്മം ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ മഹാത്മാക്കളുടെ മാതൃക. ജനക മഹാരാജാവിനെ പോലെയുള്ള ജ്ഞാനികൾ പോലും ലോക നന്മയ്ക്കായി സ്വന്തം കടമകൾ അനുഷ്ഠിച്ചു. സമൂഹത്തെ നയിക്കുന്നവർ സ്വന്തം കർമ്മങ്ങളിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാവണം. പിന്നെയോ 4-മത്തെ എന്താണ്? ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണെന്ത്? കാമത്തെ ജയിക്കൽ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണത് ഭൗതിക ലോകത്തില്. ഭൗതിക ആഗ്രഹങ്ങളും കാമവുമാണ്. എല്ലാ ആഗ്രഹങ്ങളും എന്താണ്? കാമം. നമ്മൾ സാധാരണ പറയുന്നത് മാത്രമല്ല. അപ്പം ഇന്ദ്രിയങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയാണ് ഈ പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഭൗതിക ആഗ്രഹങ്ങളും കാമവുമാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഭഗവത് ഭക്തിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിലൂടെ മാത്രമേ എന്ത്? ഈ ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയൂ. അപ്പം ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന 4 പ്രധാന സംഗതികൾ. അപ്പം ചുരുക്കത്തിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നമ്മളെ ജോലിയിലൂടെ എങ്ങനെ ഭഗവാനെ സേവിക്കാമെന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് എന്ത്? കർമ്മയോഗം. എന്ത്? കൃഷ്ണാവബോധം എങ്ങനെ പരിശീലിക്കാം. അപ്പം കൃഷ്ണാവബോധം എന്നത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന് ഈ അധ്യായത്തിൽ ഓരോ ശ്ലോകങ്ങളിലൂടെയും പ്രഭുപാദര് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഭഗവാൻ ആണ് പറഞ്ഞത്, പക്ഷേ പ്രഭുപാദ് ഒന്നുകൂടെ അതിൻ്റെ എന്താണ് ആ അകക്കാമ്പ് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ശ്ലോകം 1 മുതൽ 9 വരെ എന്താണ്? കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗം. ഇതാണോ ശ്ലോകം 1 മുതൽ 9 വരെ. അപ്പൊ ഇതിന്റെ ആശയം എന്ന് പറയുന്നത്, ഇപ്പം അർജുനന്റെ കൺഫ്യൂഷനോട് കൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. എന്താണ്? ജ്ഞാനമാണോ കർമ്മമാണോ വലുത് എന്നുള്ള രീതി. അപ്പം കടമകളിൽ നിന്ന് ഒളിച്ചോടി കാട്ടിൽ പോയി ബാഹ്യമായി മാത്രം എല്ലാം ഉപേക്ഷിക്കുന്നവരെന്ത്? കപടനാണെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. അപ്പോൾ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എന്ത്? മനസ്സടക്കി ആഗ്രഹങ്ങളെല്ലാം അടക്കി ഫലേച്ഛ കൂടാതെ ഭഗവത് ബോധത്തോട് സ്വന്തം കടമകൾ ചെയ്യുന്നത്. നമ്മൾ 1-ാമത്തെ ശ്ലോകത്തിലോട്ട് കിടക്കാം. അർജുന ഉവാച, 3-ാം അധ്യായം 1st ശ്ലോകം. ജായസി ചേത് കർമ്മണസ്തേ മദാ
മതാ ബുദ്ധിർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയാസി കേശവ. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു എന്ത്? ഹേ ജനാർദ്ദന, അല്ലയോ കേശവ, ബലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? അല്ലേ? ബലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ഈ ക്രൂരമായ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? അപ്പം ഭഗവാന്റെ സുഹൃത്തായിട്ടുള്ള, പ്രിയ സുഹൃത്തായിട്ടുള്ള അർജുനനെ ഭൗതിക ദുഃഖമാകുന്ന സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ അധ്യായത്തിൽ എന്താണ്? ആത്മാവിൻ്റെ ഘടനയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറയുകയുണ്ടായി നമുക്കും വേണ്ടിയിട്ട്. ഒപ്പം ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴിയായി എന്ത്? ബുദ്ധിയോഗം അഥവാ കൃഷ്ണാവബോധം നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ചിലപ്പോഴൊക്കെ കൃഷ്ണാവബോധം എന്നത് എന്ത്? ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയുള്ളവര് ഭഗവാന്റെ തിരുനാമം ജപിച്ച് പൂർണ്ണ കൃഷ്ണാവബോധമുള്ളവനാകാൻ വേണ്ടി എന്ത് ചെയ്യും? വിജനമായ ഒരിടത്തേക്ക് പിൻവാങ്ങാറുണ്ട്. എന്നാൽ കൃഷ്ണാവബോധത്തിന്റെ തത്വശാസ്ത്രത്തിൽ ശരിയായ പരിശീലനം ലഭിക്കാതെ വിജനമായ ഒരിടത്തിരുന്ന് കൃഷ്ണനാമം ജപിക്കുന്നത് എന്താ? ഉചിതമല്ല. അത് ചിലപ്പോഴെന്ത്? നിഷ്കളങ്കരായ പൊതുജനങ്ങളിൽ നിന്ന് എന്തുണ്ടാവും? വില കുറഞ്ഞ പ്രശംസ മാത്രമേ നേടാൻ ഉപകരിക്കൂ. ഒരിക്കലും എന്ത്? ഒരു ഭക്തിയുടെ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പം അർജുനനും ചിന്തിച്ചത് എന്താണ്? കൃഷ്ണാവബോധം അഥവാ ബുദ്ധിയോഗം അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനത്തിന്റെ പുരോഗതി എന്നത് സജീവമായ ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കലാണെന്നും, അല്ലെ, സജീവമായിട്ട് നമ്മുടെ കർമ്മങ്ങളിൽ നിന്നെല്ലാം വിരമിക്കലാണെന്നും, പിന്നെയോ വിജനമായ ഒരു സ്ഥലത്തിരുന്ന് തപസ് അനുഷ്ഠാനവും ചെയ്യലാണെന്നുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണാവബോധത്തെ ഒരു ഒഴിവുകഴിവായി കാണിച്ച്, അല്ലെങ്കിൽ ആത്മീയതയെ ഒരു ഒഴിവുകഴിവായി കാണിച്ചിട്ട് എന്ത്? യുദ്ധത്തിൽ നിന്ന് വളരെ ബുദ്ധിപൂർവം ഒളിച്ചോടാനാണ് അർജുനൻ ആഗ്രഹിച്ചത്. നമ്മൾ ഈ കൃഷ്ണാവബോധം എന്ന് പറയാൻ കാരണം ഈ ഭഗവത്ഗീത ഉപദേശിച്ചതാരാണ്? ഭഗവാനാണ്. അപ്പം അതാ ഭഗവാന്റെ വാക്കുകൾ എന്ത്? നമുക്ക് അതേ രീതിയിൽ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പം കൃഷ്ണാവബോധത്തെ അല്ലെങ്കിൽ ആ ഭക്തിയെ, ആത്മീയതയെ ഒരു ഒഴിവുകഴിവായി കാണിച്ച് യുദ്ധത്തിൽ നിന്ന് എങ്ങനെ ബുദ്ധിപൂർവ്വം ഒളിച്ചോടാനാണ് അർജുനൻ ആഗ്രഹിച്ചത്. എന്നാൽ ഒരു യഥാർത്ഥ ശിഷ്യനായതുകൊണ്ട് അർജുനൻ എന്താണ്? ഈ വിഷയം തൻ്റെ ഗുരുവായ കൃഷ്ണന്റെ മുൻപിൽ സമർപ്പിക്കുകയും തനിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കർമ്മം എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. ഇതിനുള്ള മറുപടിയാണ് എങ്ങനെ കർമ്മയോഗം, അല്ലെ, കൃഷ്ണാവബോധം ഭക്തിയോടെ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തോടെ അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് എങ്ങനെ ജോലി ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കർമ്മയോഗം ചെയ്യാമെന്ന് ഈ 3-ാം അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഭഗവാൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൃഷ്ണാവബോധം എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ഒരു ഭക്തി എങ്ങനെ പരിശീലിക്കാം എന്നാണ് ഭഗവാൻ ഈ 3-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അപ്പം ആത്മീയത എന്നാൽ എന്ത്? ജോലി ഉപേക്ഷിക്കുകയോ ഭൗതികമായ കടമകളിൽ നിന്ന് ഒളിച്ചോടുകയല്ല. കാട്ടിൽ പോയി കണ്ണടച്ചിരുന്നാൽ മാത്രം എന്ത്? ആത്മീയവാദിയാകില്ല. കുടുംബം എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം കാശിയിലോ അല്ലെങ്കിൽ പ്രയാഗ്രാജിലോ അവിടെ എവിടെയെങ്കിലും പോയിരുന്നാലും എന്ത്? അങ്ങനെ ഇരുന്നാൽ മാത്രം എന്ത്? ആത്മീയവാദിയാകില്ല. അപ്പം ശരിയായ തത്വചിന്ത മനസ്സിലാക്കാതെയും പിന്നെ ഹൃദയശുദ്ധി വരാതെയും വലിയ ഭക്തനാണെന്ന് കാണിക്കാൻ വിജന സ്ഥലത്ത് ഇരുന്ന് ജപിക്കുന്നത് എന്ത്? ആളുകളുടെ മുന്നില് കാപട്യമായിട്ട് മാറും, അല്ലേ? അവര് കപട സന്യാസികളെന്ന് പറയും. വില കുറഞ്ഞ പ്രശംസയ്ക്ക് വേണ്ടിയായിരിക്കും ആ ഒരു രീതിയിലേക്ക് ചെയ്യുന്നത്. അപ്പം അർജുനനെ സംബന്ധിച്ച് എന്താണ് ആ ഒഴിവൊഴിവ് എന്ന് പറയുന്നത്? അർജുനൻ യുദ്ധം പേടിച്ചിട്ടല്ല, മറിച്ച് സ്വന്തക്കാരെ കൊല്ലേണ്ടി വരുമെന്ന വിഷാദം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ആത്മീയത ഒരു കവചമാക്കുകയാണ് അവിടെ ചെയ്തത്.
അപ്പം യഥാർത്ഥ കർമ്മയോഗം എന്ന് പറയുന്നത് ഭഗവാൻ എന്താണ് പഠിപ്പിക്കുന്നത്? കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മം ആണെന്ത് യഥാർത്ഥ കർമ്മയോഗം. അതായത് ഉള്ള ജോലി ഉപേക്ഷിക്കുകയല്ല, പിന്നെയോ മറിച്ച് ചെയ്യുന്ന ജോലി ഭഗവാനായി സമർപ്പിച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനൊരു കഥ പ്രഭുപാദർ പലപ്പോഴും പറയാറുണ്ട്. ഒരു സന്യാസിയുടെയും കാട്ടിലെ ഒരു കുരങ്ങിന്റെ കഥയും. അപ്പം ഒരിടത്ത് പ്രശസ്തനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ എല്ലാ ഭൗതിക സുഖങ്ങളും ഉപേക്ഷിച്ച് കാട്ടിലൊരു മരച്ചുവട്ടിലിരുന്ന് കഠിനമായ തപസ്സും ജപവും ചെയ്യുകയായിരുന്നു. അദ്ദേഹം എന്താണ്, വസ്ത്രങ്ങൾ പോലും ഉപേക്ഷിച്ചു. കാട്ടുപഴങ്ങൾ മാത്രം കഴിച്ച് ഏകാന്തനായിട്ടാണ് ജീവിച്ചിരുന്നത്. ആളുകൾ അദ്ദേഹത്തെ വലിയ ഒരു ത്യാഗിയായി കണ്ട് വണങ്ങിപ്പോരുന്നു. വലിയ ത്യാഗിയായി കണ്ടിട്ട് എന്നും പോയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. അതേ മരത്തിന് മുകളിൽ ഒരു കുരങ്ങനും ജീവിച്ചിരുന്നു. ആ കുരങ്ങനും എന്താണ്, വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല, വീടുണ്ടായിരുന്നില്ല, ബാങ്ക് അക്കൗണ്ടോ കുടുംബ ബാധ്യതകളോ ഉണ്ടായിരുന്നില്ല. അതെന്താണ്, കാട്ടുപഴങ്ങൾ മാത്രം തിന്ന് ജീവിച്ചു. ഭൗതികമായി നോക്കിയാൽ ആ സന്യാസി ചെയ്യുന്നതെല്ലാം എന്ത്, ആ കുരങ്ങനും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വ്യത്യാസം എന്തായിരുന്നു അവിടെ? കുരങ്ങൻ ബാഹ്യമായ എല്ലാം ഉപേക്ഷിച്ചെങ്കിലും അതിൻ്റെ മനസ്സ് മുഴുവൻ എന്താണ്, അടുത്ത പഴം എവിടെ കിട്ടും, ഏത് കൊമ്പിലേക്ക് ചാടണമെന്ന ഭൗതിക ചിന്തയിലായിരുന്നു. അതിനുള്ളിൽ എന്ത്, ആ ത്യാഗബുദ്ധിയോ ഭഗവത് ചിന്തയോ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഹൃദയശുദ്ധി വരുത്താതെ ജോലി ഉപേക്ഷിക്കുകയോ കടമകളിൽ നിന്ന് ഒളിച്ചോടി കാട്ടിലോ ആശ്രമത്തിലോ പോയി ഇരിക്കുകയോ ചെയ്താൽ എന്ത്, നമ്മളും ആ കുരങ്ങിന്റെ സന്യാസം പോലെയായി മാറും. മനസ്സ് മുഴുവൻ എവിടെയായിരിക്കും, ഭൗതിക ആഗ്രഹങ്ങളിൽ കിടക്കുകയും പിന്നെയോ ബാഹ്യമായിട്ട് ഭക്തനായി നടിക്കുകയും ചെയ്യുന്ന കാപട്യമാണത് എന്ത്, ആ രീതിയിലുള്ള ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരടുത്ത് എന്നിട്ട് എന്ത് വേണം, വെറുതെ അവരെ എന്ത് ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചീത്തവാക്ക് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ അവർ ചാടി എണ്ണീക്കും അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് കപട സന്യാസികളെ തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണെന്ത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് എന്ത്, അർജുന, നീ യുദ്ധം ഉപേക്ഷിച്ച് കാട്ടിൽ പോയാൽ നിന്റെ മനസ്സെവിടെ വരും, യുദ്ധക്കളത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീ കാട്ടിലേക്ക് ഒളിച്ചോടരുത്, പകരം ഒരു യോദ്ധാവായി ഇവിടെ നിന്നുകൊണ്ട് എന്ത് വേണം, നിന്റെ കടമ കൃത്യമായി ചെയ്യുക. പക്ഷേ ആ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി സമർപ്പിച്ച് ചെയ്യുക. ഇതാണ് യഥാർത്ഥ കർമ്മയോഗം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നത് ആ ഭഗവാന് അർപ്പിച്ച് ചെയ്യുക. അതിനെയാണെന്ത് കർമ്മയോഗം എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും ഉപേക്ഷിച്ച് പോകണ്ട, വീടും കുടുംബവും നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല, അല്ലേ? അതാണ് ഇവിടെ എന്ത് ഭഗവാൻ അർജുനോട് എന്താണ് പറയുന്നത്, അർജുന, നീ യുദ്ധം ഉപേക്ഷിച്ചെന്ത് കാട്ടിൽ പോയാൽ നിന്റെ മനസ്സ് യുദ്ധത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീ കാട്ടിലേക്ക് ഒളിച്ചോടരുത്, പകരം ഒരു യോദ്ധാവായി ഇവിടെ നിന്നുകൊണ്ട് നിന്റെ കടമ കൃത്യമായി ചെയ്യുക. പക്ഷേ എന്താണ്, ആ കർമ്മം എനിക്ക് വേണ്ടി സമർപ്പിച്ച് ചെയ്യുക. ഇതാണ് യഥാർത്ഥ കർമ്മയോഗം. രണ്ടാമത്തെ ശ്ലോകം, വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധി മോഹയസീവ മേ തദേകം വദദിച്ഛിത്യ യേന ശ്രേയോ അഹമാപ്നുയാം. ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എൻ്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു, അല്ലെ? വ്യാമിശ്രേണേവ വാക്യേന, ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എൻ്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു. അവിടെയാണ് ഒരു ശിഷ്യന്റെ ഏറ്റവും മേന്മ എന്ന് പറയുന്നത്. ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം, എന്ത് അടുത്ത ഡയലോഗ്, അടുത്ത ഭാഗത്ത്, എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായത് എന്തെന്ന് തീർത്ത് പറഞ്ഞു തരൂ. ആ ഭഗവാനിൽ നിന്നുള്ള ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാതെ അതൊന്നും ഉപേക്ഷിച്ചല്ല അർജുനൻ പോകുന്നത്, അല്ലേ? എന്താണ് പറയുന്നത്,
ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങൻ്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായതെന്തെന്ന് തീർത്ത് പറഞ്ഞു തരൂ. അപ്പം ഭഗവത്ഗീതയുടെ ആമുഖം എന്ന വണ്ണം കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ബുദ്ധിയോഗവും അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞയെക്കുറിച്ചും അല്ലെങ്കിൽ ആത്മജ്ഞാനവും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. അപ്പം ബുദ്ധിശക്തിയാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യൽ, ആത്മീയ പാതയിൽ പുതുതായി വന്നവൻ്റെ അവസ്ഥ എന്നിങ്ങനെ വിഭിന്നങ്ങളായിട്ടുള്ളത് പല വഴികളും വിവരിക്കുകയുണ്ടായി. എന്നാൽ ഇവയെല്ലാം ചിട്ടയായ ഒരു ക്രമത്തിലല്ല അവതരിപ്പിക്കപ്പെട്ടത്. എല്ലാത്തിനെയും കുറിച്ച് രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ചിട്ടയായിട്ടല്ല വിവരിക്കപ്പെട്ടത്. എന്നാൽ ഇവയെല്ലാം ചിട്ടയായ ഒരു ക്രമത്തിലല്ല അവതരിക്കപ്പെട്ടത്. ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഈ പാതയിലൂടെ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായ ഒരു രൂപരേഖ ആവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരനായ ഒരു മനുഷ്യന് പോലും തെറ്റിദ്ധാരണകളില്ലാതെ സ്വീകരിക്കാൻ പാകത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഈ കാര്യങ്ങൾ വ്യക്തത വരുത്താനാണ് അർജുനൻ ആഗ്രഹിച്ചത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അർജുനൻ വീണ്ടും വീണ്ടും ഈ ചോദ്യം ചോദിക്കുന്നത്? പലതരത്തിലുള്ള ആൾക്കാരാണ് ഈ ഭഗവത്ഗീതയെ സമീപിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒറ്റ ട്രിപ്പിന് ഒറ്റ അടിക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പം അതാണ് അർജുനന്റെ ആ ഒരു മഹത്വം, അല്ലെങ്കിൽ അർജുനന്റെ കാരുണ്യം നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഭഗവാൻ എല്ലാം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു എങ്കിൽ പോലും സാധാരണക്കാരായ ഒരു മനുഷ്യന് പോലും യാതൊരുവിധ തെറ്റിദ്ധാരണകളും ഇല്ലാതെ സ്വീകരിക്കാൻ പാകത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അർജുനൻ ആഗ്രഹിച്ചത്. വാക്കുകളുടെ ജാലവിദ്യ കൊണ്ട് അർജുനനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഭഗവാന് യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. എങ്കിലും കൃഷ്ണാവബോധത്തിന്റെ വഴി എങ്ങനെയായിരിക്കണം, അത് കൃഷ്ണാവബോധം ഉദ്ദേശിക്കുന്ന ഭക്തിയുടെ വഴി അത് അലസമായി ഇരിക്കലാണോ അതോ സജീവമായ സേവനമാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അർജുനന് സാധിച്ചില്ല. അപ്പം മറ്റൊരു വരികളിൽ പറഞ്ഞത് ഭഗവത്ഗീതയുടെ രഹസ്യം ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി തൻ്റെ ചോദ്യങ്ങളിലൂടെ അർജുനൻ കൃഷ്ണാവബോധത്തിന്റെ പാതയിലെ തടസ്സങ്ങൾ നീക്കി വെളിച്ചം വീശുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം രണ്ടാം അധ്യായത്തിൽ എല്ലാം പറഞ്ഞു, പക്ഷെ നമുക്കെല്ലാം കൺഫ്യൂഷനാണ് വീണ്ടും വീണ്ടും. അപ്പോൾ അതെല്ലാം ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് മനസ്സിലാവാൻ, ഏത് സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അർജുനന്റെ ഈ ചോദ്യങ്ങൾ. അപ്പം രണ്ടാം അധ്യായം എന്ന് പറയുന്നത് ഗീതയുടെ മൊത്തവും ഒരു രൂപരേഖയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജ്ഞാനവും കർമ്മവും ഭക്തിയും എല്ലാം ഒരുമിച്ച് അതിൽ വരുന്നത്. എന്നാൽ ഒരു ചിട്ടയായ ക്രമത്തിലല്ലാതെയാണ് അതിൽ വന്നത്. അത് സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പം അർജുനൻ എന്ന് പറയുന്നത് ഒരു പ്രതിനിധിയാണ്. എവിടെ? നമുക്കും ഭഗവാനും ഇടയിലുള്ള ഒരു പാലം, ബ്രിഡ്ജാണ്. അപ്പം അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അർജുനന് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകൾക്കും പിന്നെയോ സാധാരണക്കാരായ മനുഷ്യർക്കും ഗീത തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അർജുനൻ ഇവിടെ സംശയങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് പോലും 800-ൽ പരം ഭാഷ്യങ്ങളുണ്ട്. ഭാഷ്യം എഴുതുന്നവരുടെ പേരിലാണ് എല്ലാം പോയിരിക്കുന്നത്. ആരും ഭഗവാന്റെ വാക്കുകൾ കൃത്യമായിട്ട് എത്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പരമ്പരയിലൂടെ നമ്മൾ വരുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ഭഗവാന്റെ വാക്ക് അതേപോലെയാണ് സ്വീകരിക്കുന്നത്. അപ്പം ഭഗവാൻ കൃഷ്ണൻ അർജുനനെ കബളിപ്പിക്കാൻ നോക്കുകയല്ല. പിന്നെ ആത്മീയത എന്നത് അലസമായി ഒന്നും ചെയ്യാതിരിക്കലല്ല, മറിച്ച് ഭഗവാന് വേണ്ടിയുള്ള സജീവമായ സേവനമാണ് എന്ന് ഉറപ്പിക്കാനാണ് ഭഗവാൻ 3-ാം അധ്യായത്തിലൂടെ ശ്രമിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ക്ലാസ്സും തുടർന്നുള്ള ക്ലാസ്സുകളും തമ്മിൽ വ്യത്യാസത്തിലൂടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരു കുട്ടി MBBS പഠിക്കാൻ ചേരുന്നു. ആദ്യത്തെ ദിവസം കോളേജിലെ പ്രിൻസിപ്പൽ വന്നിട്ട്
ഒരു ഓറിയൻറ്റേഷൻ, മൊത്തത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് എടുക്കുന്നു. അതിൽ അദ്ദേഹം അനാട്ടമിയെക്കുറിച്ചും ഫിസിയോളജി, സർജറി, മെഡിസിൻ, അല്ലേ, ക്ലിനിക്സ്, അതിലെ പ്രാക്ടീസ് തുടങ്ങി 5 വർഷം കൊണ്ട് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അരമണിക്കൂർ കൊണ്ട് സംസാരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സന്തോഷം തോന്നും. അതേപോലെ തന്നെ വലിയൊരു കൺഫ്യൂഷനും ഉണ്ടാകും. ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നേരെ പോയിട്ട് സർജറി ചെയ്യണോ അതോ തിയറി പഠിക്കണോ? അടുത്ത ദിവസം ക്ലാസ് ടീച്ചർ വരുമ്പോൾ ഈ വിദ്യാർത്ഥി ചോദിക്കും, സാറേ, ഇന്നലെ പ്രിൻസിപ്പൽ സാർ വന്നിട്ട് എല്ലാം പറഞ്ഞു, പക്ഷെ എനിക്ക് വ്യക്തമായില്ല ഞാൻ ആദ്യം ഏത് പുസ്തകമാണ് എടുക്കേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന്. അപ്പം ഇവിടെ ഭഗവാൻ കൃഷ്ണൻ 2-ാം അധ്യായത്തിൽ ചെയ്തത് ആ ഒരു പ്രിൻസിപ്പളിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് പോലെയാണ്. ആത്മജ്ഞാനം മുതൽ സ്ഥിതപ്രജ്ഞൻ വരെയുള്ള എല്ലാ ആത്മീയ വഴികളും ഒരൊറ്റ അധ്യായത്തിൽ പറഞ്ഞു തീർത്തു. എന്നാൽ ഒരു ചിട്ടയായ സിലബസ് അനുസരിച്ച് അത് എങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്ന് പറഞ്ഞു കൊടുക്കാനാണ് 3-ാം അധ്യായത്തിൽ ക്ലാസ് ടീച്ചറായിട്ട് മാറി ഭഗവാൻ കർമ്മയോഗം പഠിപ്പിക്കുന്നത്. അർജുനൻ ചോദിച്ച ചോദ്യം ആ സമർത്ഥനായ വിദ്യാർത്ഥിയുടെ ചോദ്യം പോലെയാണ്. ആ ചോദ്യം കൊണ്ടാണ് നമുക്കിന്ന് കർമ്മയോഗം എന്ന വ്യക്തമായ പാഠപുസ്തകം ലഭിച്ചത്. 3-ാമത്തെ ശ്ലോകത്തില് ഭഗവാനാണ് മറുപടി പറയുകയാണ്. എന്താണ്? ശ്രീ ഭഗവാനുവാച ലോകേ യസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാഭോഗങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ 2 കൂട്ടരാണെന്ത് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. ഭഗവാൻ എന്താണ് പറയുന്നത്? തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഒരു വിഭാഗം, പിന്നെയോ ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ 2 കൂട്ടരാണെന്ത് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയതയിൽ പരമമായ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് 2 വഴികളുണ്ട്. ഒന്ന് ജ്ഞാനമാർഗം, ബുദ്ധി ഉപയോഗിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളുടെയും തത്വചിന്തകളിലൂടെയും ആത്മാവും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന വഴി. ഇതൊരു വളഞ്ഞു ചുറ്റിയ ഒരു പരോക്ഷമായ വഴിയാണ്. പിന്നെ 2 ബുദ്ധിയോഗം, കർമ്മയോഗം, അതാണ് ഭക്തിമാർഗം. എല്ലാ കർമ്മങ്ങളെയും നേരിട്ട് ഭഗവാൻ കൃഷ്ണനുമായി ബന്ധിപ്പിച്ച് ചെയ്യുന്ന പ്രത്യക്ഷമായ വഴി. ഒന്നും ചെയ്യണ്ട. അപ്പം ജ്ഞാനമാർഗമാണോ വലുത്, കർമ്മയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗമാണോ വലുത്, ഭക്തിമാർഗമാണോ വലുത്? സ്വാഭാവികമായിട്ടും ഭക്തിമാർഗമാണ് വലുത്. കാരണം മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വായിക്കണം, ഇങ്ങനെ കറങ്ങി പോകണം. ചിലപ്പോൾ പകുതി വഴിക്ക് വെച്ച് നമ്മൾ ഉപേക്ഷിച്ച് പോകും, അല്ലെങ്കിൽ നമ്മൾ അത് ഉപേക്ഷിച്ച് എന്ത് ചെയ്യും, വേറെ വഴിക്ക് പോകും. പക്ഷേ കാരണം അത്രയ്ക്കും കടമ്പകൾ നമ്മൾ കടന്ന് പോകണം. പക്ഷേ ഇവിടെ 2-ാമത്തെ മാർഗം എന്ന് പറയുന്നത് ബുദ്ധിയോഗം, ഭക്തിമാർഗം. എല്ലാ കർമ്മങ്ങളെ വേണം, ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധിപ്പിക്കുക. അവിടെ പരിപാടി കഴിഞ്ഞ്. അതാണ് പ്രത്യക്ഷമായ വഴി. അപ്പം ഈ 2 വഴികളില് ഭക്തിമാർഗം അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണാവബോധം എന്ന് പറയും, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം ജ്ഞാനമാർഗത്തിൽ സ്വന്തം പ്രയത്നം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് വേണം ഭഗവാനിലേക്ക് എത്താൻ. എന്നാൽ ഭക്തിമാർഗത്തില് ഭഗവത് സേവനം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സ് തന്നെ ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് ഈ വഴി ഒരേ സമയം എളുപ്പമുള്ളതും ഉദാത്തവുമാണ്.
ഏത് വഴി? ഭക്തിമാർഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധം, എല്ലാം കൃഷ്ണനിൽ അർപ്പിച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പം നമ്മൾ ആ ഭഗവാന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തുടങ്ങുന്നു, ആ സമയം മുതൽ എന്താണ്? നമ്മുടെ മനസ്സ് തനിയെ ശുദ്ധീകരിക്കപ്പെടും. വേറെ ഒരു മാർഗത്തിലും വേണ്ട. അതാണ് ഇവിടെ പറയുന്നത്. 2 വഴികളിൽ ഭക്തിമാർഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം എന്ത്? ജ്ഞാനമാർഗത്തിൽ സ്വന്തം പ്രയത്നം കൊണ്ടാണ് എന്ത്? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശുദ്ധീകരിച്ചിട്ട് വേണം, സ്വന്തം പ്രയത്നം കൊണ്ട് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിനെയും ശുദ്ധീകരിച്ചിട്ട് വേണമെന്ത്? ഭഗവാനിലേക്ക് എത്താൻ. എന്നാൽ ഭക്തിമാർഗത്തിൽ എന്ത്? ഭഗവത് സേവനം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത്? മനസ്സ് തനിയെ ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ വഴി ഒരേ സമയം എളുപ്പവും ഉദാത്തവുമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? നമ്മൾ നാമം ജപിക്കാൻ പറയുന്നത്. പലരും പറയും നാമം ജപിക്കുമ്പോൾ എന്താണ്, എല്ലാം ശുദ്ധിയായിട്ട് വേണം നമ്മൾ നാമം ജപിക്കാൻ, അല്ല എങ്കിൽ അപരാധമാകും, പാപമാകും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മൾ നാമം ജപിക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോടാനുകോടി വർഷങ്ങൾ, അല്ലേ, കോടാനുകോടി വർഷങ്ങളായിട്ട് നമ്മൾ ജന്മം എടുക്കുന്നുണ്ട് ഭൂമിയിൽ. അപ്പം ആ സമയങ്ങളെല്ലാം നമ്മൾ ചിലപ്പം മനുഷ്യനായിരുന്നിരിക്കില്ല, ഇന്ത്യയിലായിരുന്നിരിക്കില്ല ജനിച്ചത്. അപ്പം ആ സമയങ്ങളിലെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭൗതിക മാലിന്യങ്ങൾ കാരണം എന്ത്? നമ്മുടെ ആത്മീയത എവിടെയാണ്? ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുകയാണ്. നമ്മുടെ ശുദ്ധി അപ്പം മുകളിൽ എവിടെയാണ്? ഈ ഭൗതിക മാലിന്യങ്ങളാണ്. അപ്പം അതിനെ കളയണം. എന്താണ് മാർഗം? ഭക്തിമാർഗം. ഭഗവാന്റെ നാമം ജപിക്കുക. ഭഗവാന്റെ നാമം ജപിച്ച് എന്താവും? കുറേ കഴിയുമ്പോഴത്തേക്കിന് എന്താവും? ആ മാലിന്യങ്ങളെല്ലാം മാറിയിട്ട് എന്താണ്? ശുദ്ധമായ അവസ്ഥയിലേക്ക് വരും. അല്ലാതെ വേറെ ഒരു മാർഗവും വേണ്ട. നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, ജപമാല മേടിക്കണം, ജപമാല മേടിച്ചിട്ട് നാമം ജപിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ദിവസവും ഒരു നേരമെങ്കിലും എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. കാണുന്നു നോക്കാം. നമ്മളെല്ലാം സാധാരണയായിട്ട് ചെയ്യുന്നത് ദിവസവും 16 മാല ജപിക്കാറുണ്ട്. 16 മാല എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും. പക്ഷെ തുടക്കത്തിൽ എന്ത് വേണം? 16 ഇല്ല എങ്കിലും ഒരു നേരമെങ്കിലും എന്ത് വേണം? ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതും ജപമാലയിൽ. എന്തിനാണ്? നമ്മളെ ശുദ്ധീകരിക്കാൻ. അത് തന്നെയല്ല, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, ഒരു ദിവസം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് മുഴുവൻ സമയവും, ആ ചിന്തയായിരിക്കും എന്ത്? സ്വപ്നമായിട്ട് പോലും വരുന്നത്. അപ്പം അതേ അവസ്ഥയാണ് നമ്മുടെ മരണവേളയിലും എന്ത്? നമ്മൾ ആ ജീവിത അവസാനം വരെ ഏത് കാര്യത്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, ഏറ്റവും കൂടുതൽ കാലം എന്തിനെക്കുറിച്ചായിരുന്നോ ചിന്തിച്ചിരുന്നത്, അതായിരിക്കും എന്ത്? ആ മരണവേളയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ദിവസവും നാമം ജപിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം ദിവസവും നാമം ജപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കാലം കഴിയുമ്പം അതിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും, അതിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായി ആ ഒരു മരണവേളയിലും എന്താണ്? നമ്മൾ കൃഷ്ണ എന്നേ വിളിക്കൂ. മനസ്സിലാകുന്നുണ്ടോ? ആ സമയത്ത് എന്താണ് വേണ്ടത്? കൃഷ്ണ എന്ന് വിളിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അന്ധകാലേച്ച മാമേവം. ആ ശ്ലോകത്തിൽ പറയുന്നത് മരണവേളയിൽ ഒരുവൻ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, അടുത്ത ജന്മം അതാകുമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത ജന്മമല്ല മനുഷ്യജന്മം. അപ്പം ആ ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ എന്ത് വേണം? ആ ലാസ്റ്റ് സമയം എന്ത്? കൃഷ്ണ എന്ന് വിളിക്കണം. അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും എന്ത് ലീലകളെക്കുറിച്ചോ എന്തിനെക്കുറിച്ചോ ഭഗവാനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ദിവസവും നാമം ജപിക്കണമെന്ന് പറയുന്നത്. നമ്മളൊക്കെ ദിവസവും 16 മാലയാണ് ജപിക്കുന്നത്. അപ്പം തുടക്കത്തിൽ നമ്മൾ 16 ഇല്ലെങ്കിലും ഒരു വട്ടമെങ്കിലും നാമം ജപിക്കുക. അപ്പം ഇതാണ് ജപമാല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണുന്നുണ്ടോ നോക്കേടാ? അപ്പം ഇത് തുളസിമാലയാണ്. കാരണം നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിച്ച് തരുമ്പോൾ ഗുരു ആണ് ഇത് നമുക്ക് തുളസിമാല തരുന്നത്. അതിനു മുമ്പ് സമ്പ്രദായം അനുസരിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ എന്താണ് നീമിൻ്റെയും മറ്റുമൊക്കെ മുത്തുകളുള്ള മാലകൾ ഉപയോഗിക്കാറുണ്ട്. കാരണം തുളസി മഹാറാണി എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ തുളസി ഉപയോഗിക്കുമ്പോഴെന്ത് വേണം?
ആ കുറച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഗുരുവിനെ സ്വീകരിക്കുന്ന ഘട്ടമാകുമ്പോൾ നമ്മൾ ആ നിയമങ്ങളെല്ലാം പാലിച്ചിരിക്കും. ആ സമയത്താണ് ഗുരു നമുക്ക് ആ തുളസിമാല നമുക്ക് തരുന്നത്. അപ്പം തുളസിമാലയിൽ നമ്മൾ അല്ലെങ്കിൽ എങ്ങനെയായാലും നമ്മൾ ജപമാലയിൽ നാമം ജപിക്കുന്നത് ഇത് ഗുരുവീട് എന്ന് പറയും. ഇവിടെ 108 മുത്തുകളാണ് മൊത്തത്തിലുള്ളത്. അപ്പം അതിൻ്റെ ഇവിടെ എൻഡിൽ അല്ലെങ്കിൽ തുടക്കത്തിലൊരു മുത്തുണ്ട്. അപ്പം ഇവിടെ നമ്മൾ തുടങ്ങും. ഇവിടെ ജപിച്ചിട്ട് എന്താണ് ജപിക്കുന്നത്? പഞ്ചതത്വ മന്ത്രം ജപിക്കാറുണ്ട്. കാരണം ഈ നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ പല പല ചിന്തകൾ ഉണ്ടാവാറുണ്ട്. പല പല ചിന്തകളും തെറ്റായിട്ടുള്ള ചിന്തകളും ഒക്കെ വരാറുണ്ട്. അപ്പം അതിലൊന്നും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു അപരാധമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുകൊണ്ടാണ് പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നത്. അവരോട് നമ്മൾ അനുവാദം ചോദിക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ ആ ജപിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ തെറ്റുകളും പൊറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നത്. ഒരു തവണ ആ പഞ്ചതത്വ മന്ത്രം അതാണ് നമ്മൾ പറയാറുള്ളത്. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഇവർ 5 പേരും ആധ്യാത്മിക ലോകത്തിൽ നിന്ന് ഭൂമിയിൽ വന്നവരാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോ മുത്തിലും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പിന്നെ അടുത്ത മുത്തിൽ അങ്ങനെ ഓരോ മുത്തിലും ഓരോ തവണ ജപിച്ചിട്ട് എവിടെ വരും? ലാസ്റ്റ് ഇങ്ങോട്ട് നീക്കണം. നമ്മുടെ ഭാഗത്തേക്ക് നീക്കി അവസാനം നീക്കി എവിടെയാണ് വരുന്നത്? നീക്കിയാൽ ലാസ്റ്റിൽ വരും. നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ജപിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇതിനെ ക്രോസ് ചെയ്യരുത്. മനസ്സിലായോ? മുന്നോട്ട് പോകരുത്. മുന്നോട്ട് പോകാതെ ഇവിടെ നമ്മൾ തീർന്നിട്ട് എന്ത് വേണം? ഇത് നേരെ തിരിക്കണം. ഇത് തിരിച്ചിട്ട് കാണുന്നുണ്ടോ? തിരിച്ചതിന് ശേഷം വീണ്ടും ആ പഞ്ചതത്വ ആ ഗുരുവീടിൽ പിടിച്ചിട്ട് വേണം? പഞ്ചതത്വ മന്ത്രം ഒരു തവണ ജപിച്ചിട്ട് വീണ്ടും തുടങ്ങണം. എവിടെ നിന്നാണോ നിർത്തിയത് അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. മനസ്സിലായോ? കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ അതിനെ ക്രോസ് ചെയ്യരുത്. അതേപോലെ നാമം ജപിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഈ ചൂണ്ടുവിരൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ പലരെയും കുറ്റം പറയാനും അല്ലേ, ആവശ്യമില്ലാതെ ചൊറിയാനും എടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ ചൂണ്ടുവിരൽ ഉപയോഗിക്കുന്നത്. ഈവൻ പോലും നമ്മൾ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ഈ ഒരു വിരൽ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ഭഗവാന് നിവേദിക്കുന്ന സമയത്തും എല്ലാ സമയത്തും നമ്മൾ ഒരിക്കലും ഈ ചൂണ്ടുവിരൽ ഉപയോഗിക്കാറില്ല. അപ്പം അതേപോലെ അങ്ങനെ തുടങ്ങുക. ഒരു നാമം വെച്ച് ദിവസവും തുടങ്ങുക. പിന്നീട് പതിയെ 16 മാറ്റുക. 16 മാലയൊക്കെ ആയി മറ്റ് നിയമങ്ങളും ഭഗവത്ഗീതയിൽ പറയുന്ന എല്ലാ നിയമങ്ങളും അനുശാസിച്ച് ജീവിതം തുടങ്ങുന്ന സമയത്ത് ഒരു ഗുരു സ്വാഭാവികമായിട്ട് നമ്മളെ ശിഷ്യനാക്കും. അല്ലെങ്കിൽ നമുക്കൊരു ഗുരുവിനെ ലഭിക്കും. അത് ഒരു ഗുരു ഉറപ്പായിട്ടും വേണം ഇവിടെ കലിയുഗത്തിൽ. കാരണം ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ മാത്രമേ ജ്ഞാനം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം. എനിവേ, എല്ലാവരും നാമം ജപിക്കുക. ഇതാണ് നാമജപത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ദിവസവും മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരിക്കലും ശുദ്ധമാകുകയില്ല മനസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ശരിയാവുകയില്ല. അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പോവുകയില്ല. പലരും പറയും എന്തിനാണ് ഇത് ജപിക്കുന്നത്? ഇത് മഹാമന്ത്രമാണ്. ഇതിനെക്കുറിച്ച് അവർ ക്ലാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് വേണ്ടത്? ദിവസവും ജപിക്കണം. വീണ്ടും ചിന്തകൾ വരും, വീണ്ടും ജപിക്കണം. നമ്മൾ ആരും ചിന്ത വരാത്തവരല്ല. നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ ആരും ഭഗവാനെ മാത്രം ഓർത്തിരുന്ന് ജപിക്കുന്നവരല്ല. ചിന്തകൾ പലതും ഉണ്ടാവും. കാരണം ഇത് ഭൗതിക ലോകമാണ്. എന്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്? ജ്ഞാനമാർഗത്തെക്കാട്ടിൽ വലുതാണെന്ത്? ഭക്തിമാർഗം, കൃഷ്ണാവബോധം. അതിനകത്ത് ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യുക, കൃഷ്ണനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, മുന്നോട്ട് പോകുക. വേറെ ഒന്നും വേണ്ട എന്നുമല്ല പറയുന്നത്.
ശ്രീല പ്രഭുപാദരുടെ ഏറ്റവും പ്രശസ്തമായിട്ടൊരു തത്വമാണെന്ത്? തത്വചിന്തയില്ലാത്ത മതം എന്ന് പറയുന്നത് വെറും വികാര പ്രകടനമാണ്, അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള ഭ്രാന്താണ്. വെറും ആചാരങ്ങൾ മാത്രം നോക്കി അതിൻ്റെ മതം എന്നുദ്ദേശിക്കുന്നതല്ല കേട്ടോ. വെറും ആചാരങ്ങൾ മാത്രം നോക്കി അതിൻ്റെ പിന്നിലെ തത്വം അറിയാത്തവരെന്ത് ആരാവും? അന്ധവിശ്വാസികളാകും. മനസ്സിലായി? എന്തുകൊണ്ടാണ് നമ്മൾ ഈ തത്വം പറയുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ എവിടെ നോക്കിയാലും എന്താണ്? തത്വം പറഞ്ഞുള്ള ക്ലാസ്സുകളാണ്. കഥകൾ വളരെ കുറവാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. കാരണം വെറും ആചാരങ്ങൾ മാത്രം നോക്കി അതിൻ്റെ പിന്നിലെ തത്വം അറിയാത്തവരാരാവും? അന്ധവിശ്വാസികളാകും. അതേസമയം മതം എന്ന് പറയുന്നത് ഭക്തിയെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മതമില്ലാത്ത അല്ലെങ്കിൽ ഭക്തിയില്ലാത്ത തത്വചിന്ത എന്ത്? കേവലം മാനസികമായ ഊഹാഭോഗങ്ങൾ മാത്രമാണ്. ഭക്തി വരണമെങ്കിൽ എന്താണ് വേണ്ടത്? ആ വ്യക്തിയെക്കുറിച്ച് അറിയണം. ഇപ്പോൾ ഒരു കൃഷ്ണനോട് ഭക്തി വരണമെങ്കിൽ ആ വ്യക്തിയെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ പരമമായിട്ടുള്ള ഭക്തി നമ്മളിൽ ഉണ്ടാവൂ. അല്ല എങ്കിൽ കേവലം നമ്മൾ ക്ഷേത്രത്തിൽ പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ കേട്ടത് കൊണ്ടോ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഭക്തി എന്ന് പറയാൻ എന്താണ് പറയുക? നമുക്ക് ആ ഭഗവാനോട് റെസ്പെക്റ്റ് ഉണ്ടാവണം എന്തിലും ഉപരി. കാരണം പലരും ഒരു കുട്ടിയായിട്ട് കാണലുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും എന്ത്? ആ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ പിതാവാണ് എന്ന പരമസത്യം നമ്മൾ മനസ്സിലാക്കണം. പരമ ദിവ്യോത്തമ പുരുഷനാണെന്നുള്ള സത്യം മനസ്സിലാക്കണം. ദേവാദി ദേവനാന്നുള്ള സത്യം മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ബഹുമാനവും കൂടി എന്ത് വേണം? നമ്മൾ കൊടുക്കണം. അപ്പം ഭക്തിയില്ലാത്ത തത്വചിന്ത കേവലം എന്ത്? മാനസികമായിട്ടുള്ള ഊഹാപോഹങ്ങൾ മാത്രമാണ്. വെറും പുസ്തകം മാത്രം വായിച്ച് ഭക്തിയില്ലാതെ നടന്നത് കൊണ്ടെന്ത്? യാതൊരുവിധ പ്രയോജനവുമില്ല. ഇവർ രണ്ടും എന്ത് വേണം? ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണം. ഭക്തിയില്ല, വെറുതെ വായിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇത് രണ്ടും എന്ത് വേണം? ഒരുമിച്ച് കൊണ്ടുപോകണം. എന്തിനാണ്? കൃഷ്ണനാണ് എന്ത്? പരമസത്യം. പലർക്കും എതിർപ്പുള്ള കാര്യങ്ങളാണ് അല്ലേ? പലരും പല രീതിയിൽ വർഷിപ്പ് ചെയ്യുന്നവരാണ്, പലരെയും എന്ത്? പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മളൊരു സത്യം തിരിച്ചറിയേണ്ടത് എന്താണ്? നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാം വേണം, വേണ്ടെന്നല്ല പറയുന്നത്. നമ്മുടെ ഉദ്ദേശം ആത്മസാക്ഷാത്കാരം, വീണ്ടും ഈ ഭൂമിയിൽ വന്ന് കഷ്ടപ്പെടാതെ ഇരിക്കുക. അല്ലെങ്കിൽ ഈ മനുഷ്യജന്മത്തിൻ്റെ എന്തിനു വേണ്ടിയിട്ട് ഈ മനുഷ്യജന്മം കിട്ടി, അല്ലെങ്കിൽ ആ മനുഷ്യജന്മം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് വേണ്ടത്? അപ്പം കൃഷ്ണനാണ് പരമസത്യം. തത്വചിന്തയിലൂടെ യാത്ര തിരിക്കുന്ന ആളും ആത്മാർത്ഥമായി സത്യം അന്വേഷിക്കുകയാണെങ്കിൽ എന്ത്? ഒടുവിൽ എത്തിച്ചേരേണ്ടത് കൃഷ്ണാവബോധത്തിലാണ്. അപ്പം വേദങ്ങളെക്കുറിച്ചും എല്ലാം അവസാനം പറയുന്നത് എന്താണ്? ഭഗവാനിലേക്ക് എത്താനാണ്. അതുകൊണ്ടാണ് 4 വേദങ്ങൾ, ഉപനിഷത്തുകൾ, അത് ഇത് പുരാണങ്ങൾ മൊത്തവും എഴുതിയിട്ടും ആർക്ക് തൃപ്തിയായില്ല? വ്യാസമഹർഷിക്ക് തൃപ്തിയായില്ല. അങ്ങനെ വിഷമഘട്ടത്തിലിരിക്കുന്ന സമയത്താണ് ആര്? അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷി വന്നിട്ട് പറയുന്നത് എന്താണ്? എവിടെയും ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എന്ത് തൃപ്തിയാവാത്തത്? ഒരു കാര്യം ചെയ്യൂ, ഭഗവാന്റെ ലീലകൾ ഉൾപ്പെടുത്തിയിട്ട് ഭാഗവതം രചിക്കൂ. അങ്ങനെയാണെന്ത്? ഭാഗവതം രചിക്കുന്നത്. കാരണം ഈ വേദങ്ങളുടെ എല്ലാം സംക്ഷിപ്തമായിട്ടുള്ള ഒരു 500 കോഡുകൾ അടങ്ങിയതാണെന്ത്? വേദാന്ത സൂത്രം എന്ന് പറയുന്നത്. പക്ഷെ അത് വായിച്ചിട്ടും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ വ്യാസദേവന് പോലും എന്താണ്? അതിനൊരു തൃപ്തിയായില്ല. അപ്പം അതുകൊണ്ടാണ് എന്ത്? ഈ ഭാഗവതം നമുക്ക് തരുന്നത്. അപ്പം തത്വചിന്തയിലൂടെ യാത്ര തിരിക്കുന്ന ആളും ആത്മാർത്ഥമായി സത്യം അന്വേഷിക്കുകയാണെങ്കിൽ ഒടുവിൽ എത്തിച്ചേരേണ്ടത് കൃഷ്ണാവബോധത്തിലാണ്. അപ്പം സ്വന്തം ശക്തി കൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കാൻ നോക്കിയാൽ പരാജയപ്പെടും. എന്നാൽ പൂർണ്ണമായും കൃഷ്ണനെ ആശ്രയിച്ചാൽ എന്താണ്? ഇന്ദ്രിയങ്ങളെ വളരെ എളുപ്പത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം എന്താ? നമുക്ക് ബുദ്ധിയും ഓർമ്മയും ഇതെല്ലാം തരുന്നത് ഭഗവാനാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ മാത്രം വിളിച്ചു കഴിഞ്ഞാൽ എന്ത്? നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. നമുക്കൊരു 2 രോഗികളുടെയും ഒരു മിടുക്കനായ ഡോക്ടറുടെയും കഥ നോക്കാം.
ഒരിടത്ത് ഒരു ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ച 2 വ്യക്തികളുണ്ടായിരുന്നു. രണ്ടുപേരും എന്താണ്, ഒരേ പ്രശസ്തനായ ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്കായി എത്തി. ഡോക്ടർ 2 പേർക്കും രോഗം മാറാനുള്ള ദിവ്യമായിട്ടുള്ള ഒരു ഔഷധവും ഒപ്പം പാലിക്കേണ്ട കർശനമായ പദ്യങ്ങളും കുറിച്ചു നൽകി. ഒന്നാമത്തെ രോഗി തത്വചിന്തകനെ പോലെ എന്ത് ചെയ്യും? അദ്ദേഹം ഡോക്ടർ തന്ന മരുന്ന് കഴിക്കാൻ താല്പര്യപ്പെട്ടില്ല. പകരം അദ്ദേഹം ആ മരുന്നിന്റെ ഫോർമുല എന്താണ്, അത് ഏതൊക്കെ കെമിക്കലുകൾ ചേർത്താണ് ഉണ്ടാക്കിയത്, ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ പദ്യങ്ങൾ പറഞ്ഞത് എന്ന് പുസ്തകങ്ങൾ നോക്കി ഗവേഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. രോഗം മാറണമെങ്കിൽ തൻ്റെ ശരീരം ആദ്യം സ്വയം ശുദ്ധമാകണമെന്ന് വിചാരിച്ച് അദ്ദേഹം കഠിനമായ പട്ടിണി കിടക്കാനും വ്യായാമം ചെയ്യാനും തുടങ്ങി. സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് രോഗം മാറ്റാൻ നോക്കി അദ്ദേഹം ഒടുവിൽ കൂടുതൽ തളർന്നു വീഴുകയാണ് ചെയ്തത്. രണ്ടാമത്തെ രോഗിയോ ഭക്തനെ പോലെ അദ്ദേഹം മരുന്നിന്റെ കെമിസ്ട്രിയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് സമയം കളഞ്ഞില്ല. ഡോക്ടറോട് പൂർണ്ണമായ വിശ്വാസം ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ആ മരുന്ന് കഴിച്ചു. ആ മരുന്ന് ശരീരത്തിനുള്ളിൽ ചെന്നപ്പോൾ അത് സ്വയം രോഗാണുക്കളെ നശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തു. അധികം വൈകാതെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറി. ഇവിടെ ഡോക്ടർ ആരാണ്? സാക്ഷാൽ കൃഷ്ണനും മരുന്ന് ഭഗവാന്റെ ഭക്തിയുത സേവനവുമാണ്, കൃഷ്ണാമോദം. ഒന്നാമത്തെ രോഗി സാഖ്യയോഗിയെ പോലെയാണ്. മരുന്നിന്റെ ഗുണം സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ച് സ്വന്തം പ്രയത്നത്താൽ ശുദ്ധനാകാൻ നോക്കുമ്പോൾ രണ്ടാമത്തെ രോഗി ഭക്തനെ പോലെ അല്ലേ, ഭഗവാനിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഭക്തിയാകുന്ന മരുന്ന് നേരിട്ട് കഴിക്കുന്ന ആള്. അപ്പം ഭക്തി എന്ന മരുന്ന് ഉള്ളിൽ ചെല്ലുമ്പോൾ അത് നമ്മളെ തനിയെ ശുദ്ധീകരിക്കും. നമ്മളായിട്ട് പ്രത്യേകം കഷ്ടപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് തത്വചിന്താപരമായ വളഞ്ഞ വഴിയേക്കാൾ നേരിട്ട് കൃഷ്ണാവബോധത്തിന്റെ വഴി എന്ന് പറയുന്നത് എളുപ്പവും സുന്ദരവുമാണെന്ന് പ്രഭുപാദർ ഇവിടെ വ്യക്തമാക്കുന്നത്. പഠനം നമുക്ക് ഇന്ന് ഈ ശ്ലോകത്തോടു കൂടിയിട്ട് നിർത്താം. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച തുടരാം. ഹരേ കൃഷ്ണ.